വെൽക്കം ടു ഓൾ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണത് ഫങ്ഷൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫങ്ഷൻ, വാട്ട് ഈസ് മീൻ ബൈ എ ഫങ്ഷൻ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് കോഡ്സ്, അല്ലെ? ഒരു കൂട്ടം കോഡ്സിനെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയുള്ളത്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് കോഡ്സിനെ. ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ജോബ്, എന്തെങ്കിലും ഒരു ജോബ്, രണ്ട് സംഖ്യകൾ കൂട്ടുവാനോ രണ്ട് സംഖ്യകൾ കുറക്കുവാനോ രണ്ട് സംഖ്യകൾ ഗുണിക്കുവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് കോഡ്സിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. We already discussed that. First one is built-in functions and second one is user-defined functions. Built-in functionsൽ നമ്മൾ ഒരുപാട് ഫങ്ഷൻസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്ട്രിംഗ് ഫങ്ഷൻസുകൾ, അതേപോലെ തന്നെ ക്യാരക്ടർ ഫങ്ഷൻസുകൾ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു C++ ഡെവലപ്പ് ചെയ്ത ആളുകൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചുള്ള ഫങ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ജനറലി പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. നമ്മൾ അതാണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. നമുക്ക് സ്വന്തമായിട്ട് ഫങ്ഷൻസുകൾ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിലുണ്ട് യൂസർ ആണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ? മറ്റേതൊക്കെ C++ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി, അത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂസർ ആണ് ഡിഫൈൻ ചെയ്യുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ സിന്റാക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്, ഫങ്ഷൻ നെയിം, പിന്നെ ആർഗ്യുമെന്റ് ലിസ്റ്റ്, പിന്നെ ബോഡി ഓഫ് ദി ഫങ്ഷൻ. അപ്പൊ അതിൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇന്റ്, ക്യാർ, വോയിഡ്, ഫ്ലോട്ട്, ഡബിൾ, ഇതിലത്തെ ഏതുമാകാം ഡാറ്റ ടൈപ്പ് എന്ന ഭാഗത്ത്. പിന്നെ ഫങ്ഷൻ നെയിം ഈസ് എ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ് ആണെന്ന് അർത്ഥം. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പേര് കൊടുക്കാം. ഓക്കെ, അതായത് എന്താണോ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു നെയിം നമുക്ക് നൽകാവുന്നതാണ്. പിന്നെ ബ്രാക്കറ്റിൽ കാണുന്നില്ലേ, അതാണ് ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആർഗ്യുമെന്റ്സ് എന്തായിരുന്നു? പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഇതൊരു ഓപ്ഷണൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും എഴുതേണ്ടതില്ല. ആ ഫംഗ്ഷന്റെ സ്വഭാവം അനുസരിച്ച് മാത്രം എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ, എഴുതേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. കുറച്ച് എക്സാമ്പിൾസോ കാണുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ഫംഗ്ഷൻ കോഡിങ്സോ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതില് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി ബോഡി എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ്സ്, സെറ്റ് ഓഫ് കോഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ രണ്ട് ടേംസുകൾ. ഒന്ന് എന്ന് പറയുന്നത് റിട്ടേൺ വാല്യൂ, നെക്സ്റ്റ് വൺ ഈസ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്ത്, ഇനിയിപ്പോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടേക്ക്? കോൾ ചെയ്ത സ്ഥലത്തേക്ക്. നമ്മൾ പറഞ്ഞായിരുന്നു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു മോഡുലാർ പ്രോഗ്രാമിംഗ്? ഒരു മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ സബ് പ്രോബ്ലംസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് ആ ഒരു അപ്രോച്ച് പറയുന്നത്. അപ്പൊ നമ്മള് ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാംസുകളിലും ഒരൊറ്റ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, അത് മെയിൻ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നതിൽ എങ്ങനെയാണ്? മെയിൻ ഫംഗ്ഷൻ ഉണ്ടാകും, സബ് ഫംഗ്ഷൻസ് ഉണ്ടാകും. അപ്പൊ ഈ സബ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷന് ശേഷമാണ് സബ് ഫംഗ്ഷൻസ് എഴുതുന്നത്. ഈ സബ് ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പേര് വെച്ച്, ഇപ്പൊ നമ്മൾ പറഞ്ഞ സിന്റാക്സിൽ പറഞ്ഞില്ലേ, ഫംഗ്ഷൻ നെയിം പറഞ്ഞില്ലേ, ആ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ കോൾ ചെയ്യാം. അത് എവിടെ കോൾ ചെയ്യാം? മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് കോൾ ചെയ്യാം. അപ്പൊ ചില സബ് ഫംഗ്ഷൻസുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും? വാല്യൂ റിട്ടേൺ ചെയ്യും. എവിടേക്ക്? കോൾ ചെയ്ത മെയിൻ ഫംഗ്ഷന്റെ ആ ഭാഗത്തേക്ക്. അപ്പോ അത്തരം വാല്യൂസിനെയാണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ഇനി റിട്ടേൺ ടൈപ്പ്, ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏത് ഡാറ്റ ടൈപ്പിൽ പെട്ടതാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കാം,
നമ്മള് str cpy എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ പഠിച്ചതാണ് അല്ലെ? സ്ട്രിങ്ങുകൾ, ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതിലേക്ക് രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? അതിലേക്ക് രണ്ട് സ്ട്രിങ്ങുകളെയാണ് എന്ത് ചെയ്യുന്നത്? ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ നൽകുന്നത്. റിട്ടേൺ ചെയ്യുന്നതും എന്താണ്? ഒരു സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മളൊരു ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഈസ് ഡിജിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻ ആയിരുന്നു? നമ്മളൊരു വാല്യൂ നൽകി കഴിഞ്ഞാൽ അത് ഡിജിറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആണെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നത് 1 ആണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ 0 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 1 0 എന്ന് പറയുന്നത് ഇൻഡീജർ ആണ് അല്ലെ? അപ്പൊ അതിന് റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ഇൻഡീജർ ടൈപ്പ് ആണ്. അപ്പൊ അതിന്റെ ഡാറ്റ ടൈപ്പ് ഇൻഡീജർ ആണ്. ഓക്കെ. മറ്റേത് എങ്ങനെയായിരുന്നു? സ്ട്രിംഗ് ആണ് റിട്ടേൺ ചെയ്തത്, ഇതാകുമ്പോൾ ഇൻഡീജർ. അപ്പൊ ഓരോ ഫംഗ്ഷനും വ്യത്യസ്ത തരത്തിലുള്ള വാല്യൂസിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. വ്യത്യസ്ത ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂവിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഫിക്സഡ് ആയിട്ട് ഇന്ന തന്നെ ആയിരിക്കും എന്നല്ല, ഓരോ ഫംഗ്ഷനും അതിന്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് റിട്ടേൺ വാല്യൂവും റിട്ടേൺ ടൈപ്പും. ഇത് ജസ്റ്റ് ഓർത്തു വെക്കുക. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു ഫംഗ്ഷന്റെ റിട്ടേൺ വാല്യൂ എന്താണ്, റിട്ടേൺ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് പറയും. നമ്മൾ സിന്റാക്സിൽ തന്നെ നമ്മൾ കണ്ടു ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ് അല്ലെ? അപ്പോൾ ആ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏത് ഡാറ്റ ടൈപ്പിൽ പെട്ടതാണോ ആ ഡാറ്റ ടൈപ്പ് ആണ് നമ്മളവിടെ ആ സിന്റാക്സിൽ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് എഴുതുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും എന്താണെന്ന് റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും എന്നുള്ളത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. void say welcome cout welcome to the world of functions. ഇവിടെ എന്താ void എന്നുള്ള എന്താണ്? ഇവിടെ ഒരു ചെറിയൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അതിൽ void എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ ടൈപ്പ്. പിന്നെ സേ വെൽക്കം എന്ന് പറയുന്നത് എന്ത്? സേ വെൽക്കം അതാണ് ഫംഗ്ഷന്റെ പേര്, ഫംഗ്ഷൻ നെയിം. പിന്നെ അതിന്റെ ബ്രാക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ? എന്ന് പറഞ്ഞാല് ആർഗ്യുമെന്റ് ലിസ്റ്റ് ഞാൻ പറഞ്ഞു ഓപ്ഷനിലാണെന്ന് പറഞ്ഞു, വേണമെങ്കിൽ കൊടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യാന് വാല്യൂസ്, ആർഗ്യുമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ എഴുതേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ അത് ഓപ്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഓക്കെ. പിന്നെ അതിന് ശേഷം ഉള്ളിൽ സി ഔട്ട് വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ? എന്ന് പറയുമ്പോൾ എന്താ സി ഔട്ട് നമുക്ക് അറിയാം പ്രിന്റ് ചെയ്യാനാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ദ നെയിം ഓഫ് ദി ഫംഗ്ഷൻ ഈസ് സേ വെൽക്കം. പിന്നെ ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ് ഈസ് ഡാറ്റ ടൈപ്പ് ഈസ് വോയിഡ്. പിന്നെ എന്താ പറയുന്നത്? ഇതിന് ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. പിന്നെ ആ ഉള്ളിലത്തെ ബോഡി ഓഫ് ദി ഫംഗ്ഷൻ എന്താണോ അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഫംഗ്ഷൻസുകൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു ടേബിൾ കാണുന്നുണ്ടാവും അല്ലെ? ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, പിന്നെ അതേപോലെ ഫംഗ്ഷൻ 3 ആൻഡ് ഫംഗ്ഷൻ 4. ഈ ഫംഗ്ഷൻ 1ഉം 2ഉം 3ഉം 4ഉം രണ്ട് നമ്പറുകൾ എൻ്റർ ചെയ്തിട്ട് അതിന്റെ തുക കാണാൻ വേണ്ടിയിട്ടുള്ള 4 ഫംഗ്ഷന്റെയും പർപ്പസ് ഒന്നാണ്. പക്ഷെ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് അത് ഓപ്ഷനിലായി എന്നുള്ളതും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓപ്ഷനിലാണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ആർഗ്യുമെന്റ്സ് ഇല്ലാതെയും ആർഗ്യുമെന്റ്സോട് കൂടിയും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് വണ് ഫംഗ്ഷൻ 1 നമ്മൾ പറയുന്നത് void sum1 int a b s cout enter two numbers c in a b s equal to a plus b cout sum equal to s. ഇവിടെ void എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡാറ്റ ടൈപ്പ്, sum1 is the identifier, that is function name. ഓക്കെ. ഇനി അതിന്റെ ഉള്ളില് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ഏരിയ നോക്കിയോ കാണി 3 വേരിയബിൾസിലെ a b s. എന്നിട്ട് പറയണേ യൂസറിനോട് പറയാണ് എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പർ എൻ്റർ ചെയ്യാൻ പറയണം.
അപ്പൊ നമ്മൾ എൻ്റർ ചെയ്തു, സീനിൽ പറയുന്നുണ്ട്. അപ്പൊ എയിലേക്കും ബിയിലേക്കും എന്ത് കിട്ടി? വാല്യൂസ് കിട്ടി. ഇപ്പൊ 5, 6 എന്ന് ഞാൻ എൻ്റർ ചെയ്ത് തരുന്നത്. അപ്പൊ 5 എയിലേക്കും 6 ബിയിലേക്കും ലഭിച്ചു. എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 11 അല്ലെ. 11 എന്നുള്ളത് എസിലേക്ക് കിട്ടി. സി ഔട്ട് സം ഈക്വൽ ടു എസ്. അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു? പ്രിന്റിങ് ചെയ്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആർഗ്യുമെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇതിൽ തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അതിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അതിന് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫംഗ്ഷൻ 2 നോക്കാം. ഇന്റ് എന്നുള്ളതാണ്, അതായത് മറ്റേത് വോയിഡ് ആയിരുന്നു അല്ലെ. പ്രത്യേകിച്ച് അതിലൊന്നും റിട്ടേൺ ചെയ്യണമെന്നില്ല, വാല്യൂ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല. അത് കാരണമാണ് അവിടെ വോയിഡ് എന്ന് എഴുതാൻ കാരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണിൽ നോക്കിയാൽ അവിടെ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഇന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് റിട്ടേൺ ചെയ്യുന്നുണ്ട്? ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇന്റീജർ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സം 2 എന്നുള്ളതാണ് അവിടുത്തെ ഫംഗ്ഷന്റെ പേര്. നേരത്തെ അതേപോലെ തന്നെ ABS എന്ന് പറഞ്ഞ 3 വേരിയബിൾസ് 2 നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, തുക കണ്ടു, അതിനുശേഷം കണ്ടു റിട്ടേൺ എസ് എന്ന് പറഞ്ഞിരുന്നത്. റിട്ടേൺ എസ് നേരത്തെ എന്തായിരുന്നു? സി ഔട്ട് സം ഈക്വൽ ടു അവിടെ തന്നെ പ്രിന്റ് ചെയ്യായിരുന്നു അല്ലെ. ഇവിടെ റിട്ടേൺ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ആ എസിലുള്ള വാല്യൂ ഇല്ലേ, നേരത്തെ വാല്യൂസിനെ നമുക്ക് എടുക്കാം, 5, 6 എടുക്കാം. അപ്പൊ 11 എന്ന് പറയുന്ന എസിലത്തെ വാല്യൂ, തുക കണ്ടതിന് ശേഷമുള്ള വാല്യൂ എന്ത് ചെയ്തു? റിട്ടേൺ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ചെയ്ത സ്ഥലത്തേക്ക് ആ വാല്യൂ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. കോൾ ചെയ്ത എവിടുന്നായിരിക്കും? മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും. ഇതൊന്നും കംപ്ലീറ്റ് പ്രോഗ്രാംസ് അല്ല, ഒരു എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ എക്സാമ്പിൾസിൽ വ്യത്യസ്ത തരത്തിൽ ഏതെല്ലാം തരത്തിൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ 3 നോക്കാം. വോയിഡ് സം 3. നേരത്തെ പറഞ്ഞ തന്നെ വോയിഡ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ സം 3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ നെയിം. അവിടെ നോക്കിയാൽ ബ്രാക്കറ്റിൽ ഇന്റ് എ കോമ ഇന്റ് ബി, ഇന്റ് എ കോമ ഇന്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർഗ്യുമെന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കണം എന്താ വെച്ചാല് എയും ബിയും ആണ് ഇവിടുത്തെ എന്ത്? ആർഗ്യുമെന്റ്സ്. എയും ബിയും അത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളതാണ് അതിന്റെ മുമ്പിലായിട്ട്. ഓക്കെ, തൊട്ട് മുമ്പിലായിട്ട് ഇന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് ഇന്റന്റ് ആവണമെന്നില്ല, നമ്മുടെ ഇഷ്ടാനുസരണം ഏതാ വേണ്ട വെച്ചാല് വരുന്ന വാല്യൂ ഏതാണെന്ന് വെച്ചാല് അതിനനുസരിച്ചുള്ളത്. ദാറ്റ് മീൻസ് എവിടെ വരുന്നത്? മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് ഈ സബ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൊ ഇവിടെ ആർഗ്യുമെന്റ്സ് നമ്മൾ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഈ സബ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്ത് നൽകണം? 2 വാല്യൂസ് ഇതിലേക്ക് പാസ് ചെയ്യണം, നൽകണം. എങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, ഇവിടെ ആർഗ്യുമെന്റ് ലിസ്റ്റിൽ 2 ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? 2 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ 2 വാല്യൂസ് കോൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പാസ് ചെയ്യണം. ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സബ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. അപ്പൊ ആ പാസ് ചെയ്യുന്ന വാല്യൂസിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇത് സ്വീകരിക്കും. അപ്പോ അവിടുന്ന് ഇപ്പോ ഫംഗ്ഷൻ കോളിംഗ് എങ്ങനെയാണെന്നുള്ളത് പിന്നെ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷന്റെ പേര് സം 3 എന്നാണല്ലോ. അപ്പൊ അവിടുന്ന് മെയിൻ ഫംഗ്ഷന് സം 3 ഓഫ് ബ്രാക്കറ്റിൽ 2 വാല്യൂസ് എടുക്കണം, 5, 6 മെയിൻ ഫംഗ്ഷനിലാട്ടോ. മെയിൻ ഫംഗ്ഷൻ കൊടുത്തു എഴുതാം. നമ്മൾ പറഞ്ഞു മെയിൻ ഫംഗ്ഷൻ ആണ് ആദ്യം, പിന്നെയാണ് സബ് ഫംഗ്ഷൻ വരിക. അപ്പൊ മെയിൻ ഫംഗ്ഷൻ അങ്ങനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ആ 5ഉം 6ഉം എവിടേക്ക് വരും? സം 3 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യും. അത് കറക്റ്റ് ആയിട്ട് എക്കും ബിക്കും ലഭിക്കും. പിന്നെ അത് നോക്കിയാ എസ് ഈക്വൽ ടു എ പ്ലസ് ബി, എസിലേക്ക് അതിന്റെ തുക കിട്ടി, അവിടെ തന്നെ എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് വോയിഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അത് വേറെ രീതി. ഈ ഫംഗ്ഷൻ 4 നോക്കാം നമുക്ക്. ഫംഗ്ഷൻ 4ൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റ് എന്ന് പറയുന്നതാണ് റിട്ടേൺ ടൈപ്പ്. സം 4 ഈസ് ഫംഗ്ഷൻ നെയിം. ഇന്റ് എ കോമ ഇന്റ് ബി ഈസ് ആർഗ്യുമെന്റ് ലിസ്റ്റ്. എസ് ഈസ് എ വേരിയബിൾ. എസ് ഈക്വൽ ടു എ പ്ലസ് ബി, ദാറ്റ്സ് ദ ഡാറ്റ പ്രോസസിംഗ്. റിട്ടേൺ എസ്. ഇവിടെ ഈ സം 4 എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് 2 വാല്യൂസ് ഇതിലേക്ക് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അങ്ങനെ ലഭിക്കുന്നത് എയിലും ബിയിലും ലഭിക്കും. അത് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തതിനു ശേഷമാണ് റിട്ടേൺ എസ് എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നു. എവിടേക്ക്? കോൾ ചെയ്ത സ്ഥലത്തേക്ക്. അപ്പൊ കോൾ ചെയ്ത സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഇത് സ്വീകരിക്കാൻ ഇവിടുന്ന് നൽകുന്ന സബ് ഫംഗ്ഷനിൽ നിന്നും മെയിൻ ഫംഗ്ഷൻ വിളിച്ച ഭാഗത്തേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഒരു വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. കാരണം ഇവിടുന്ന് ഒരു വാല്യൂ അങ്ങനെ ചെല്ലുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരു മെമ്മറി വേണ്ടേ.
അതുകൊണ്ടാണ് പറയുന്നത് ഒരു വേരിയബിൾ അത് ഇവിടുന്ന് വരുന്ന ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു വേരിയബിൾ ആണ് അവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇപ്പൊ ഇന്റീജർ ടൈപ്പിലുള്ള ഒരു ഡാറ്റയാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സ്വീകരിക്കാൻ പാകത്തിൽ ഇന്റീജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആ മെയിൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്ത് ആ മെയിൻ ഫംഗ്ഷൻ ആ വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊരു 4 വ്യത്യസ്ത തരത്തിൽ സംഭവം എല്ലാം പർപ്പസ് ഒന്നാണ്. എന്താണ്, 2 സംഖ്യകളുടെ തുക കാണുക എന്നുള്ളതാണ് പർപ്പസ്. പക്ഷെ 4 വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഫസ്റ്റില് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല, മറ്റേ ഇൻപുട്ടും ഔട്ട്പുട്ടും അവിടെ നടക്കുന്നത്. രണ്ടാമത്തേല് ഇൻപുട്ട് നടക്കുന്നുണ്ട് പക്ഷെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല. മൂന്നാമത്തേല് ആർഗ്യുമെന്റ്സ് ഉണ്ട്, റിട്ടേൺ ചെയ്യുന്നില്ല. നാലാമത്തേല് ആർഗ്യുമെന്റ്സ് ഉണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്, വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഉപയോഗം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടോടൈപ്പ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ളതാണ്.